വടക്കൻ കേരളത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പലപ്പോഴും തട്ടിക്കൊണ്ടുപോകലിലും മർദ്ദനത്തിനുമാണ് കലാശിക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട ഇടപാടിനെ തുടർന്നാണ്. വളാഞ്ചേരി സ്വദേശി സഫ്വാനെയാണ് 8-അംഗ സംഘം മർദ്ദിച്ചതായി പരാതിയുള്ളത്. ശരീരമാസകലം പരിക്കേറ്റ സഫ്വാൻ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ ഒരു സംഘം ആളുകൾ പേരശ്ശന്നൂർ സ്വദേശി മങ്ങാട്ടിൽ സഫ്വാനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. എടരിക്കോടിലെ ഒരു വീട്ടിൽ വെച്ചാണ് സഫ്വാനെ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. മീൻപാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സഫ്വാൻ സ്ഥിരം കസ്റ്റമറായ എടപ്പാൾ സ്വദേശി സാബിദിന് ഇടനിലക്കാരനായി നിന്ന് ആഡംബരക്കാർ വാടകയ്ക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തിരുന്നു. വാഹന ഉടമയും സാബിദിനും തമ്മിൽ വാടക സംബന്ധിച്ചടക്കമുണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ് സഫ്വാനെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. ഒരു വണ്ടി റെന്റ് എടുത്ത് കൊടുത്താണ് ഞാൻ വേറൊരാൾക്ക്. അപ്പോൾ അവരെ കിട്ടാത്തതിന് കാരണം എന്നെ പിടിച്ചു. വാടക അഡ്വാൻസ് ആയിട്ട് 2 ദിവസം കൊടുത്തിരുന്നു മുന്നേ. പിന്നെ അവരായിട്ട് എന്താ ഉണ്ടായെന്ന് അറിയില്ല കറക്റ്റ്. ഞാനും എൻ്റെ കറോഫിലാണ് വണ്ടി എടുത്തത്. എൻ്റെ ഫ്രണ്ട് മുഖേന വണ്ടി എടുത്തത് ഞാൻ. സഫ്വാൻ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സഫ്വാന്റെ തീരുമാനം. മീൻപാറ ഓഫീസിൽ വന്നിട്ട് ഇവനെ അവിടുന്ന് വണ്ടിയിൽ വന്ന് കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ റൂമിലിട്ട് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ സഫ്വാൻ പറയുന്നത്. ഇതും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അല്ലെങ്കിൽ അവർ ഇനിയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഭയമുണ്ട്. അതുകൊണ്ട് കേസുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. വളാഞ്ചേരി പോലീസ് സഫ്വാന്റെ മൊഴിയെടുത്തു. എടരിക്കോട് നടന്ന സംഭവമായതിനാൽ കേസ് കോട്ടക്കൽ പോലീസിന് കൈമാറിയതായി വളാഞ്ചേരി പോലീസ് അറിയിച്ചു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.